ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ അൺസെറ്റ് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ചിലർ അവരുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന്, അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് അവരോട് ഇഷ്ടമുണ്ടെന്ന്, തുറന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാർഡ്സ് ഞാൻ എടുത്തിട്ട് ഒന്നിച്ച് റീഡ് ചെയ്ത് പറയാം കേട്ടോ. ഓരോ കാർഡ്സായിട്ട് റീഡ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവാണത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ഹെർമിറ്റ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കേട്ടോ. ഭയങ്കര മിസ്സിങ് എനർജിയിലാണ്. തുറന്ന് പറയാൻ വയ്യാത്തതിൻ്റെ വിഷമവും ഉണ്ട്. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, 5 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ദ ഫൂൾ. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് ഒക്കെ വേണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹമാണ്, അട്രാക്ഷനാണ്. നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് മനസ്സിലുണ്ട്. പക്ഷേ അവിടെ ഒരു തടസ്സം, എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ റൊമാൻറ്റിക് ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഒക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹമായിട്ടാണ് അവർ ആലോചിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നും ആലോചിക്കാതെ മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം ചിലരെങ്കിലും എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കുന്നുണ്ട്, അങ്ങനെ എടുത്തു ചാടിയൊരു തീരുമാനം എടുത്താൽ അതിനുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന്, രണ്ടുപേരും ഫേസ് ചെയ്യേണ്ടി വരും എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. 2-3 കാർഡോടെ എടുക്കാൻ സമയമുണ്ട്. ചിലരെങ്കിലും മാരീഡാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് മുതലായ ഡിഫറൻസസ് ഉണ്ട്. വീട്ടുകാരുടെ എടുത്തുനിന്ന് ചില തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇവർ ചിലപ്പോൾ മാരീഡ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഒരു ക്ഷമാപണത്തോടുകൂടി നിങ്ങളെ വന്ന് കാണണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഭയം അവർക്കുണ്ട്. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. ലാസ്റ്റ് കാർഡ് ഭയങ്കര ടെൻസ്ഡാണ്, കാരണം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട്.